ഹാൻസൽ ആൻഡ് ഗ്രേറ്റൽ. ഒരിക്കൽ ഒരിടതൂർന്ന വനത്തിനരികിൽ ഒരു മരം വെട്ടുകാരൻ അയാളുടെ ഭാര്യയോടും 2 കുട്ടികളോടുമൊത്ത് ജീവിച്ചു പോന്നു. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത വിധത്തിൽ ദാരിദ്ര്യത്തിലായിരുന്നു അവർ. അസുഖം ബാധിച്ച് അവരുടെ അമ്മ മരിച്ചുപോയി. അമ്മയുടെ മരണത്തിന് ശേഷം വീട്ടുജോലികളുടെ ഭാരം മുഴുവനും അച്ഛന്റെ ചുമലിലായി. ആ കുട്ടികളെ അയാൾ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് നന്നായി സമ്പാദിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. നീ കഷ്ടപ്പെടുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹം കഴിക്ക്. സ്ത്രീക്ക് മാത്രമേ കുട്ടികളെ നന്നായി വളർത്താൻ കഴിയൂ. സമാധാനത്തോടെ നിനക്ക് പണിയെടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പോലും ആരും ഉണ്ടാവില്ല. ഇവര് പറയുന്നത് വാസ്തവമാണ്. ഞാൻ മറ്റൊരു വിവാഹം ചെയ്തേ പറ്റൂ. അങ്ങനെ അയാൾ വീണ്ടും വിവാഹം കഴിച്ചു. അതിനുശേഷം അയാളും കുട്ടികളും സന്തോഷമായി കഴിഞ്ഞു. ഇനി കുട്ടികളെ കുറിച്ചോർത്ത് എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ജോലിയിൽ ശ്രദ്ധിക്കാം. അയാൾ വീണ്ടും ജോലിക്ക് പോകാൻ ആരംഭിച്ചു. ഭക്ഷണം തയ്യാറായി കഴിഞ്ഞു. 2 പേരും വേഗം വന്ന് കഴിക്കൂ. ഹാൻസലും ഗ്രേറ്റലും തീൻമേശയ്ക്കരികെ ഓടിച്ചെന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. എനിക്ക് വിശക്കുന്നുണ്ട്. കുറച്ച് ഭക്ഷണം കൂടി തരുമോ അമ്മേ? ഇല്ല. ഏതു നേരം വെറുതെ കളിച്ചു നടക്കുന്ന നിനക്കെന്തിനാ ഇത്രയും ഭക്ഷണം? ഭക്ഷണം തരില്ല. എല്ലാ ഭക്ഷണവും നീ തന്നെ കഴിച്ചാൽ എങ്ങനെയാ? വിശക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ ആഹാരം നൽകാതെ അവർ ധാരാളമായ ആഹാരം കഴിച്ചു. ഇത് കഴിച്ചോ ഗ്രേറ്റൽ? നിന്റെ ഭക്ഷണം എനിക്ക് തന്നാൽ നിനക്ക് വിശക്കില്ലേ? ഇല്ല, എനിക്ക് വിശപ്പില്ല. നീ കഴിച്ചോ പ്ലീസ്. ഹാൻസൽ ഗ്രേറ്റലിന് തന്റെ ആഹാരം നൽകി. താങ്ക് യു ചേട്ടാ. അവരുടെ രണ്ടാനമ്മയുടെ ക്രൂരമായ പെരുമാറ്റം കാരണം ഹാൻസൽ ഒരുപാട് ദുഃഖിച്ചു. അവന്റെ അമ്മയുടെ ഓർമ്മ അവന് വന്നു. അവൻ ആകാശത്ത് നക്ഷത്രങ്ങൾക്കിടയിൽ അവന്റെ അമ്മയെ തിരഞ്ഞു. അമ്മേ, പെട്ടെന്ന് തിരിച്ചു വാ. എനിക്ക് അമ്മയെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. തിരിച്ചു വാ അമ്മേ. ഹാൻസൽ, ഹാൻസൽ. അവരുടെ അച്ഛന് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നതിനാൽ മിക്കവാറും കാട്ടിൽ തന്നെ ആയിരുന്നു. എന്നാലും അയാൾക്ക് മരങ്ങൾ വിൽക്കാൻ കഴിഞ്ഞില്ല. കനത്ത മഴ മൂലം മരവ്യാപാരികൾ ആരും ആ ഗ്രാമത്തിലേക്ക് വരാഞ്ഞതായിരുന്നു അതിന് കാരണം. ഒരു ദിവസം ആ രണ്ടാനമ്മ അയാളോട് വഴക്കുണ്ടാക്കി. ഏതു നേരം നോക്കിയാലും ഭക്ഷണം വേണമെന്ന് മാത്രമേ നിങ്ങളുടെ കുട്ടികൾ ചോദിക്കാറുള്ളൂ. ഒരാഴ്ചയായിട്ട് നിങ്ങൾ ഒരു പൈസ പോലും കൊണ്ട് തന്നിട്ടില്ല. പിന്നെ എങ്ങനെ ആഹാരം പാകം ചെയ്യുക? എല്ലാരും വിശന്ന് ചാകാം. തീർച്ചയായും ഇനി നിങ്ങളുടെ 2 കുട്ടികൾക്ക് ഞാൻ ആഹാരം കൊടുക്കില്ല. എന്നോട് ഒരു ചോദ്യവും നിങ്ങൾ ചോദിക്കരുത്. ഞാൻ എന്ത് ചെയ്തു? എന്തിനാ ദേഷ്യപ്പെടുന്നത്? മഴക്കാലത്ത് ഇങ്ങനെയായിരിക്കും. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നഗരത്തിൽ പോയി ഈ മരങ്ങൾ വിൽക്കൂ. നീ പറയുന്നത് നല്ല കാര്യമാണ്. ഞാൻ പോകാം. മരക്കഷ്ണങ്ങൾ വിറ്റിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാം ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അടുത്ത ദിവസം രാവിലെ മരങ്ങൾ വിൽക്കുന്നതിനായി അയാൾ ടൗണിലേക്ക് പോയി. അയാൾ പോയതിനു ശേഷം ആ കുട്ടികളെ എന്നേക്കുമായി വീട്ടിൽ നിന്നും പറഞ്ഞുവിടാൻ രണ്ടാനമ്മ ഒരു പദ്ധതിയിട്ടു. എന്റെ പദ്ധതി നടന്നാൽ പിന്നെ ഈ കുട്ടികൾക്ക് ആഹാരം പാകം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടുജോലികളൊന്നും ചെയ്യാതെ എന്റെ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് ഒരു കുഞ്ഞിനും ജന്മം നൽകി എനിക്ക് ജീവിക്കാം. ഹാൻസൽ, നീ എവിടെയാ? ഗ്രേറ്റൽ എവിടെയാ? ഞാൻ കാട്ടിലേക്ക് പോയി പഴങ്ങളും മഷ്റൂംസും പറിക്കാൻ പോവാ. നിങ്ങൾ രണ്ടാളും എന്റെ കൂടെ വരുന്നുണ്ടോ? ഹാൻസൽ വളരെ ബുദ്ധിമാനായിരുന്നു. രണ്ടാനമ്മയുടെ സ്നേഹപ്രകടനം അവനിൽ സംശയം ഉരുവാക്കി. ഇല്ലമ്മേ, ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾക്ക് 2 പേർക്കും നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബെറീസ് പറിച്ചു തരാം. വരൂ. എന്റെ പൊന്നു മോള ഗ്രേറ്റൽ, ഞാൻ പറഞ്ഞാ നീ അനുസരിക്കില്ലേ? രുചിയുള്ള ബെറീസ് വേണ്ടേ നിനക്ക്? ഹായ് ചേട്ടാ. ചേട്ടാ വാ ചേട്ടാ, നമുക്കും പോവാൻ ചേട്ടാ. കാട്ടിലേക്ക് പോയി നമുക്ക് അവിടെയുള്ള ബെറീസ് കഴിക്കാം. ശരി ഗ്രേറ്റൽ, നമുക്ക് പോകാം. വരൂ കുട്ടികളെ, നിങ്ങൾക്കുള്ള നല്ല വഴി ഞാൻ കാണിക്കാം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. കാട്ടിനുള്ളിൽ പോകുമ്പോൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അടയാളം വെച്ചുകൊണ്ട് പോകണമെന്ന് അവരുടെ അമ്മ പറഞ്ഞത് ഹാൻസലിന് ഓർമ്മ വന്നു. രാത്രികാലങ്ങളിൽ വ്യക്തമായി കാണാവുന്ന വെള്ളാരം കല്ലുകൾ ഹാൻസൽ ബാസ്ക്കറ്റിൽ കരുതിയിരുന്നു.
എല്ലാവരും കാട്ടിലേക്ക് പ്രവേശിച്ചു. പോകുന്ന വഴി മുഴുവൻ ഹാൻസൽ വെള്ളാരം കല്ലുകൾ താഴെയിട്ടു. വേഗം തന്നെ അവർ ഇടതൂർന്ന വനത്തിനുള്ളിൽ കടന്നു. ഹാൻസൽ, ഇതിൽ കൂടുതൽ എനിക്ക് നടക്കാൻ സാധിക്കില്ല. ഇനി എത്ര ദൂരം നടക്കണം? നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം. ശരി ഗ്രേറ്റിൽ. അമ്മേ, ഗ്രേറ്റിൽ തളർന്നു. കുറച്ചു നേരം വിശ്രമിക്കട്ടെ. ഇതൊരു നല്ല അവസരമാണല്ലോ. ശരി കുട്ടികളെ, രണ്ടാളും ഇവിടെ തന്നെ വിശ്രമിച്ചോളൂ. ഞാൻ പോയി നിങ്ങൾക്ക് ബെറീസ് എടുത്തോണ്ട് വരാം. അമ്മയെ ഞങ്ങൾ എവിടെ അന്വേഷിക്കും? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ വേഗം തിരിച്ചെത്തും. ഗ്രേറ്റലിനെ ശ്രദ്ധിച്ചോണം, ഞാൻ വേഗം തിരിച്ചു വരാം. കുട്ടികളെ തനിച്ചാക്കി രണ്ടാനമ്മ അവിടെ നിന്ന് പുറപ്പെട്ടു. ഗ്രേറ്റൽ ഉടനെ തന്നെ ഉറങ്ങി. രണ്ടാനമ്മയുടെ പദ്ധതി അങ്ങനെ നിറവേറി. കുട്ടികളെ കാട്ടിൽ തനിച്ചാക്കി അവർ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതേസമയം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഗ്രേറ്റൽ തന്റെ രണ്ടാനമ്മയെ അന്വേഷിച്ചു. ഹാൻസൽ, അമ്മ എവിടെ പോയി? എനിക്ക് വല്ലാതെ വിശക്കുന്നു. നമുക്ക് പോകാം. അമ്മ എങ്ങോട്ടാ പോയത്? എനിക്ക് പേടിയാ. വേഗം വാ. നീ വിഷമിക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോകാം. കയ്യിൽ പഴങ്ങളുമായി ഒരു കുരങ്ങൻ മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. ആ കുരങ്ങൻ അവർക്ക് പഴങ്ങൾ കൊടുത്തു. ഓ, നീ വളരെ നല്ല കുരങ്ങനാണല്ലോ. അവരെല്ലാവരും പഴങ്ങൾ കഴിച്ചു. പാതി ദൂരം വന്ന രണ്ടാനമ്മ വഴിനീളെ വെള്ളാരം കല്ലുകൾ കിടക്കുന്നത് കണ്ടു. അത് ശരി, ഹാൻസൽ ബുദ്ധിമാനാന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ വെള്ളാരം കല്ലുകൾ അവൻ കൂടെ കൊണ്ടുവന്നതിന്റെ കാര്യം മനസ്സിലായി. ഈ പദ്ധതി ഞാൻ തകർക്കും. അവർ വഴിതെറ്റി പോകാൻ വേണ്ടി അവൾ വെള്ളാരം കല്ലുകൾ മറ്റൊരു വഴിയിലിട്ടു. എന്നെ കുറിച്ച് ഇനിയാണ് നീ മനസ്സിലാക്കാൻ പോകുന്നത്. പാഠം പഠിപ്പിക്കാം. കുട്ടികൾ ഒരുപാട് സമയം കാത്തിരുന്നിട്ടും രണ്ടാനമ്മ തിരിച്ചു വന്നില്ല. സൂര്യൻ അസ്തമിച്ചു. ഇരുട്ടാൻ തുടങ്ങി. അമ്മ എങ്ങോട്ടാ പോയത് ഹാൻസൽ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നമ്മൾ എങ്ങനെയാ വീട്ടിലേക്ക് പോകാം? ഹാൻസലിനും പേടിയുണ്ടായിരുന്നു. എന്നാൽ വഴിയിലൊക്കെ വെള്ളാരം കല്ലുകൾ ഇട്ടത് അവൻ ഓർമ്മ വന്നു. വെള്ളാരം കല്ലുകൾ. അവൻ എഴുന്നേറ്റ് വെള്ളാരം കല്ലുകൾ തിരയാൻ തുടങ്ങി. എല്ലാ ഇടങ്ങളിലും തിരഞ്ഞിട്ടും വെള്ളാരം കല്ലുകൾ കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് കുരങ്ങൻ താഴെ ഇറങ്ങി ഹാൻസലിന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി വെള്ളാരം കല്ലുകൾ കാണിച്ചു. നീലാവെളിച്ചത്തിൽ വെള്ളാരം കല്ലുകൾ തിളങ്ങാൻ തുടങ്ങി. നീ കരയേണ്ട ഗ്രേറ്റിൽ. എന്നെ വിശ്വസിക്ക്, നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. വാ, വേഗം പോവാം. അവർ ഒരുപാട് ദൂരം നടന്നു. വേഗം തന്നെ വഴിതെറ്റിപ്പോയി. അതിനുശേഷം വെള്ളാരം കല്ലുകളും ഉണ്ടായിരുന്നില്ല. അവരുടെ മുൻപിൽ വെള്ളാരം കല്ലുകൾക്ക് പകരം ഇരുണ്ട ഇടതൂർന്ന വനം മാത്രമായിരുന്നു. വെള്ളാരം കല്ലുകൾ എവിടെ? എനിക്ക് പേടിയാവുന്നു ചേട്ടാ. പേടിക്കണ്ട, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. വീണ്ടും അവർ നടക്കാൻ തുടങ്ങി. ക്ഷീണിച്ച അവശതയിലെത്തിയിരുന്നു രണ്ടുപേരും. അങ്ങനെ നേരം വെളുത്തു. മരത്തിലൊരു വെള്ളപ്പക്ഷി പാടിക്കൊണ്ടിരിക്കുന്നത് കേട്ടു. അത് ആസ്വദിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. കുറച്ചു സമയത്തിൽ ആ പക്ഷി പറന്നുപോയി. ഹാൻസലും ഗ്രേറ്റലും അതിനെ പിന്തുടർന്നു. ആ പക്ഷി പറന്നുപോയി ഒരു ചോക്ലേറ്റ് വീടിന്റെ കൂരയിലിരുന്നു. അത് കണ്ടോ ഹാൻസൽ? അവിടെ ഒരു ചോക്ലേറ്റ് വീടുണ്ട്. വാവ്, അതെ, കുറെ ബിസ്ക്കറ്റ്സും ഉണ്ട്. ഇവിടെ ഒരുപാട് ജെല്ലിസും ഉണ്ട്. നോക്കിക്കേ, നമുക്ക് കഴിച്ചാലോ? മേൽക്കൂര മുഴുവനും കേക്കാണ്. ജനലുകളെല്ലാം പഞ്ചസാര കൊണ്ട് നിർമ്മിച്ചതാ. എനിക്കിത് കണ്ടിട്ട് കൊതിയാവുന്നു. ഭിത്തിയിൽ നിന്ന് ഒരു വലിയ കഷണമെടുത്ത് അവർ കഴിക്കാൻ തുടങ്ങി. വിശന്ന് വലഞ്ഞ എലികളെ പോലെ അവർ രണ്ടുപേരും അത് കഴിച്ചു. നല്ല രുചിയുണ്ട്. എനിക്കുള്ള വിശപ്പിന് ഈ മുഴുവൻ വീടും ഞാൻ തന്നെ കഴിക്കാൻ പോവാ. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു.
കാഴ്ചയിൽ ഭീകരത്വമുള്ള ഒരു വയസ്സായ സ്ത്രീ അങ്ങോട്ട് വന്നു. അവരെ കണ്ടതും കുട്ടികളുടെ കയ്യിലുള്ളത് അവർ താഴെയിട്ടു. നിങ്ങൾ ആരാ? ഇവിടെ എങ്ങനെ എത്തി? എന്റെ വീട് ഭക്ഷിക്കാൻ ആര് പറഞ്ഞു? ക്ഷമിക്കണം, വിശന്നിട്ട് എടുത്തതാ. ഞങ്ങൾക്ക് വഴിതെറ്റി. ആ, പാവം കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാവും. അകത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രുചിയുള്ള ഭക്ഷണം തരാം. ആവശ്യമുള്ളിടത്തോളം കഴിച്ചോ. കുട്ടികളുടെ കൈകൾ പിടിച്ച് അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വയസ്സായ സ്ത്രീ തന്റെ മാന്ത്രിക ദണ്ടുപയോഗിച്ച് ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നു. വൗ! ഭക്ഷണം. രണ്ടുപേരും സസന്തോഷം ആഹാരം കഴിച്ചു. രണ്ടുപേർക്കും നല്ല ക്ഷീണം ഉണ്ടാവും. കുറച്ചു നേരം വിശ്രമിക്കൂ. ഒരു മൃദുവായ മെത്ത പെട്ടെന്ന് അവിടെ കാണാൻ കഴിഞ്ഞു. വളരെ നന്ദി മുത്തശ്ശി. ഇനി ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകണം. നേരം കുറേയായി. അമ്മ ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. അതെ മുത്തശ്ശി, ഞങ്ങള് പോവാ. മുത്തശ്ശിയുടെ സഹായത്തിന് ഒരുപാട് നന്ദി. ഹാൻസലും ഗ്രേറ്റലും വാതിൽ തുറക്കാൻ പോയപ്പോൾ ആ വയസ്സായ സ്ത്രീ മാന്ത്രിക ശക്തി കൊണ്ട് ആ വാതിൽ പൂട്ടിക്കളഞ്ഞു. ആ വയസ്സായ സ്ത്രീ ഒരു ഭീകര മന്ത്രവാദിനിയായി മാറി. മറ്റൊരു മന്ത്രം ഉപയോഗിച്ച് ആ മന്ത്രവാദിനി ഹാൻസലിനെ കൂട്ടിലാക്കി. മുത്തശ്ശി, എന്നെ പുറത്തു വിടൂ മുത്തശ്ശി. ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോണം. ഹാൻസൽ, ഹാൻസൽ. ദാ, ഈ ഭക്ഷണം മുഴുവനും കഴിക്ക്. ഇത് കഴിച്ചു കൊഴുത്തു വളരണം. നീ വീണ്ടും കൊണ്ടുവരാം. ഇവിടെ വാ. ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഇരിക്കാൻ നീ എന്താ രാജകുമാരിയാണോ? മന്ത്രവാദിനിക്ക് കാഴ്ച കുറവായിരുന്നതിനാൽ ഗ്രറ്റലിനെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ചു. ഹാൻസൽ തടിച്ചു കൊഴുക്കാൻ വേണ്ടി അവന് ധാരാളം ആഹാരവും കൊടുത്തു. അതേസമയം രണ്ടാനമ്മ വീട്ടിലെത്തിയതും അവിടെ അച്ഛൻ വന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടു. നീ എവിടെ പോയതായിരുന്നു? കുട്ടികൾ രണ്ടാളും എവിടെ? അത് പിന്നെ പറയൂ, എന്താ സംഭവിച്ചെന്ന് വിശദമായി പറയൂ. എന്റെ കുട്ടികൾ എവിടെ പോയി? താൻ ചെയ്ത കാര്യമോർത്ത് നാണം കെട്ട രണ്ടാനമ്മ താൻ ചെയ്ത ക്രൂരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തിനാ ഇങ്ങനെ ചെയ്തത്? അമ്മയാകാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല. ഞാൻ എന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി. സമയം വൈകിയിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും വേഗം പോയി കുട്ടികളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എങ്കിൽ ശരി, വരൂ, നമുക്ക് പോകാം. ഹാൻസൽ, നീ എവിടെയാ? അവർ രണ്ടുപേരും കാട്ടിനുള്ളിൽ കുട്ടികളെ തെരയാൻ തുടങ്ങി. ഹാൻസൽ, നീ എവിടെയാണ്? ദുർമന്ത്രവാദിനെ ദിവസവും കൂട്ടിനുള്ളിലെ ഹാൻസലിനെ നന്നായി നോക്കി. നിന്റെ കൈവിരൽ പുറത്തേക്ക് നീട്ട്. നീ തടിച്ചു കൊഴുത്തിട്ടുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഹാൻസൽ നല്ല ബുദ്ധിമാനായിരുന്നു. ദുർമന്ത്രവാദിനിക്ക് കാഴ്ച കുറവാണെന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ വിരലുകൾക്ക് പകരം കോഴിയുടെ എല്ലുകൾ അവൻ കൊടുത്തു. നിനക്ക് ഞാൻ ഇത്രയും ഭക്ഷണം നൽകിയിട്ടും നീ ഇതുവരെ തടിച്ചില്ലല്ലോ. ഞാൻ പോയി കുറെ ഭക്ഷണം എടുത്തോണ്ട് വരാം. ഇവൻ തടിച്ചു കൊഴുത്തതിനു ശേഷം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇനി കാത്തിരിക്കാൻ വയ്യ. ഉടനെ കഴിക്കണം. മന്ത്രവാദിനി പറഞ്ഞത് കേട്ട ഗ്രേറ്റൽ വല്ലാതെ പേടിച്ചുപോയി. എന്റെ ഈശ്വര, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. ഹാൻസലിനെ രക്ഷിക്കാൻ ആരെന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ മതിയാവൂ. ഇനി താമസിക്കാൻ പാടില്ലെന്ന് കരുതിയ മന്ത്രവാദിനി ഒരു വലിയ പാത്രത്തിൽ സൂപ്പിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അവർ ഹാൻസലിനെ തിന്നാൻ പോകുന്നുവെന്ന് ഗ്രേറ്റലിന് മനസ്സിലായി. നീ എന്താ വെറുതെ നോക്കി നിൽക്കുന്നത്? പോയി തീ കത്തിക്ക്. അതെങ്ങനെയാ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല മുത്തശ്ശി. ഞാൻ തന്നെ ചെയ്തോളാം. മന്ത്രവാദിനി വിറകിന് തീ കൊളുത്തി. അത് തീ പിടിച്ച് നന്നായി കത്താൻ തുടങ്ങി. ആ തീ കണ്ട ഉടനെ സഹോദരനെ രക്ഷിക്കാൻ ഗ്രേറ്റലിനൊരു വായം തോന്നി. ഈ അവസരം പാഴാക്കാൻ പാടില്ല. ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവൾ ഓടിപ്പോയി തന്റെ ശക്തി മുഴുവനും ഉപയോഗിച്ച് ആ മന്ത്രവാദിനിയെ തള്ളിയിട്ടു. മന്ത്രവാദിനി വീണതും ഗ്രേറ്റൽ അതിന്റെ ഇരുമ്പ് വാതിൽ അടച്ചു കളഞ്ഞു. കത്തുന്ന തീയിൽ മന്ത്രവാദിനി വെന്തുപോയി. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ചേട്ടനെ നീ തിന്നാൻ ഉദ്ദേശിക്കും? അടുത്ത് തന്നെ മാന്ത്രികദണ്ഡ് കിടക്കുന്നത് ഗ്രേറ്റൽ കണ്ടു. ആ മാന്ത്രികദണ്ഡ് എടുത്ത് ഹാൻസലിനെ പുറത്തു കൊണ്ടുവന്നു. ഗ്രേറ്റൽ, ഹാൻസൽ,
അവർ ആ മന്ത്രവാദിനിയുടെ മുറിയിൽ ചെന്ന് ധാരാളം നിധികൾ കണ്ടു. ഒരുപാട് പ്രതിമകളും ധാരാളം മാന്ത്രിക സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഓ ഗ്രേറ്റൽ, നീ ആ മാന്ത്രിക കോലിംഗ് എടുക്ക്. ഞാനൊരു കാര്യം ചെയ്യാം. ഗ്രേറ്റൽ മാന്ത്രിക ദണ്ട് അവന് കൊടുത്തു. മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഓരോ നിധിപ്പെട്ടികളും തുറന്നു. മുത്തുകളും രത്നങ്ങളും സ്വർണവും അവിടെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഒന്ന് നിക്ക്, ഈ പ്രതിമകളൊക്കെ ആരാന്ന് നോക്കാം. ഇത് നമ്മളെ പോലുള്ള കുട്ടികളാ. ഹാൻസൽ ആ മാന്ത്രിക ദണ്ട് പ്രതിമകളുടെ നേർ ഉപയോഗിച്ചു. ആ പ്രതിമകളെല്ലാം ജീവനുള്ള കുട്ടികളായി മാറുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. വളരെ നന്ദി കൂട്ടുകാരാ, നീ ഞങ്ങളെ രക്ഷിച്ചു. വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. നന്ദിയൊന്നും വേണ്ട. അച്ഛനും അമ്മയും അന്വേഷിക്കുന്നുണ്ടാവും. നമുക്കെല്ലാവർക്കും വേഗം ഇവിടുന്ന് പോകാം. വരൂ. അവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. പക്ഷേ ഹാൻസൽ, വീട്ടിലേക്കുള്ള വഴി നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും? നീ വിഷമിക്കണ്ട. ഹാൻസൽ ആ മാന്ത്രിക ദണ്ട് അടുത്തുണ്ടായിരുന്ന ചൂൽക്കെട്ടിൽ ഉപയോഗിച്ചു. അതെല്ലാം അന്തരീക്ഷത്തിൽ ഉയരാൻ തുടങ്ങി. ഹേ, അപ്പൊ നമ്മൾ പറക്കാൻ പോവാണോ? ജോളി. കുട്ടികളെല്ലാം ചൂൽക്കെട്ടിൽ കയറിയിരുന്ന് ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവർ പരിചയമുള്ള ഒരു ശബ്ദം കേട്ടു. ഓ ഗ്രേറ്റൽ, ഹാൻസൽ, നീ എവിടെയാണ്? ഗ്രേറ്റൽ, നീ എവിടെയാ? ചേട്ടാ, നമ്മുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ട്. അവർ താഴെ ഇറങ്ങി അവരുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അച്ഛാ, അമ്മേ, ഞങ്ങളിതാ തിരിച്ചെത്തി. അമ്മേ, ഞങ്ങൾ എത്തി. നിങ്ങൾ രണ്ടുപേരെയും തിരിച്ചു കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും എത്ര നേരമായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നറിയോ? രണ്ടാളും എങ്ങോട്ടാ പോയത്? ഹാൻസൽ, ഗ്രേറ്റൽ, നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. എന്റെ തെറ്റുകളെല്ലാം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സാരമില്ല അമ്മേ, പണത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തത്. ഇനി നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛനമ്മമാരെ നിധി കാണിച്ച് അവർ നടന്ന സംഭവങ്ങളെല്ലാം അവരോട് വിവരിച്ചു. എല്ലാവരും സന്തോഷമായി അവരവരുടെ വീടുകളിലേക്ക് പോയി. ജീവിതകാലം മുഴുവൻ സന്തോഷമായി അവർ കഴിച്ചുകൂട്ടി.